ട്രിപ്പ് ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്നിപ്പോൾ രാവിലെ 5 മണിയായി. നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ഇടയ്ക്ക് നേരിട്ട് ഇന്ന് വൈകുന്നേരം കൊടൈക്കനാൽ എത്തണമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചില ഡെസ്റ്റിനേഷൻസിലൊക്കെ കയറുന്നുണ്ട്. അപ്പം നല്ല നല്ല വീഡിയോസ് ഇനി നിങ്ങളിലേക്ക് എത്തും. അതിനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇച്ചൂസ് കൂടെ ഉണ്ട്, നമ്മുടെ ഫാമിലി എല്ലാവരും ഉണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് കാണാം. നമ്മുടെ യാത്രയിൽ ആദ്യമായിട്ട് നമ്മൾ പോയത് കോന്നിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ് ക്ഷേത്രത്തിലേക്കാണ്. 10-ാം ഉദയത്തോടനുബന്ധിച്ചാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത്. അത് കഴിഞ്ഞ് ഉടനെയുള്ളൊരു ദിവസമാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അച്ചൻകോവിൽ ആറിന് സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ദേവതകളെയെല്ലാം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മരത്തിൻ്റെ കീഴിലോ വൃക്ഷത്തിൻ്റെ കീഴിലൊക്കെ ആയിട്ടാണ്. അല്ലാതെ ക്ഷേത്രങ്ങൾ പോലെ അടച്ചുകെട്ടിയല്ല ഒന്നും പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പിന്നെ വളരെയധികം വിശ്വാസികൾ ഇപ്പോൾ വന്നു പോകുന്ന ഒരു അമ്പലമാണ് കാടിന് നടുവെ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു അമ്പലം. ഇവിടെ വാനരയൂട്ട്, മീനൂട്ട് തുടങ്ങിയ വഴിപാടുകൾ നടത്താറുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. പിന്നെ കർക്കിടക വാവിനും ഇവിടെ പ്രത്യേക പൂജകളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ അമ്പലത്തിൽ നിന്നാകാം നമ്മുടെ യാത്ര എന്ന് കരുതി ആദ്യമായിട്ട് നമ്മൾ വന്നത് കല്ലേലി അപ്പൂപ്പൻകാവിലേക്കാണ്. പ്രകൃതിയുടെ മടിത്തട്ടി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ക്ഷേത്രം വളരെ നല്ലൊരു ദൃശ്യാനുഭവവും നമുക്ക് പകരുന്നുണ്ട്. നമ്മൾ ചെന്നപ്പോൾ മഴ പെയ്ത് തോർന്നൊരു കാലാവസ്ഥയായിരുന്നത് കൊണ്ട് തന്നെ വളരെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു നമുക്കവിടെ കിട്ടിയത്. നമ്മൾ ഈ ദീർഘദൂര യാത്രകളൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയാസം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കാനാണ്. ഇപ്പം നമ്മൾ കേരളം വിട്ടിട്ടില്ല. കേരളം വിട്ട സ്ഥിതി കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് തന്നെ കഴിയുന്നത്രത്തോളം ഭക്ഷണം നമ്മൾ വീട്ടിൽ നിന്ന് കരുതിയിരുന്നു. അതായത് രാവിലത്തേക്കുള്ള ഭക്ഷണം നമ്മൾ കരുതിയിരുന്നു. ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് പോയി. പിന്നെ ഉച്ചക്കേക്കുള്ള പൊതിച്ചോറും നമ്മൾ കൈ കരുതിയിരുന്നു. അപ്പോൾ റോഡിൻ്റെ സൈഡിൽ നമുക്ക് അത്യാവശ്യം സ്ഥലമുള്ളൊരു സ്ഥലത്ത് തണലൊക്കെ ഉള്ളിടത്തായിട്ട് വണ്ടി ഒതുക്കി നമ്മളെല്ലാവരും പ്രഭാത ഭക്ഷണം അവിടെ നിന്ന് കഴിച്ചു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പരുന്തുംപാറയിലാണുള്ളത്. പരുന്തുംപാറയുടെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ. നമ്മളൊരു വന്ന സമയം കുറച്ച് വെയിലുള്ള സമയമാണ്. പക്ഷേ നല്ല തണുപ്പുണ്ട്. അത്യാവശ്യം തണുപ്പും കാറ്റും ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ വെയിലുണ്ട്, ചൂടുമുണ്ട്. അങ്ങനെ ഒരു മിക്സഡ് കാലാവസ്ഥയിലാണ് നമ്മൾ വന്നത്. ഇവിടെ അത്യാവശ്യം സഞ്ചാരികളൊക്കെ ഉണ്ട്. ഒരു മഴക്കോളൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ചിലപ്പോൾ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. മൂന്നാറിലും വാഗമണിലും ഒക്കെ പോകുന്ന സഞ്ചാരികളുടെ ഒരു സ്ഥിരം കേന്ദ്രമാണ് പരുന്തുംപാറ എന്ന് പറയുന്നത്. പീരുമേട് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സ്ഥലം നല്ല ഒരു വ്യൂ പോയിൻ്റ് കൂടിയാണ്. ഇവിടെ അത്യാവശ്യം കടകളും ഷോപ്പിങ്ങിനാവശ്യമായ സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു സീനറിയാണ്. വളരെ മനോഹരമായ കാഴ്ചയാണ്. ഒരുപാട് മലകളുടെ താഴ്വരകളും എല്ലാം, കുന്നുകളും താഴ്വരകളും എല്ലാം നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയും. നമ്മൾ ചെല്ലുന്ന സമയത്ത് അത്യാവശ്യം ഒരു മഴക്കാറും എന്നാൽ വെയിലും ഉള്ളൊരു കാലാവസ്ഥയായിരുന്നു. അത്യാവശ്യം ഒരുപാട് തിരക്കില്ലെങ്കിലും അത്യാവശ്യം സഞ്ചാരികളും ഇവിടെ ഉണ്ടായിരുന്നു. പാറയുടെ മനോഹാരിതയാണ് നിങ്ങൾ എനിക്ക് പിന്നിൽ കാണുന്നത്. ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടുന്നതെന്ന് അറിയത്തില്ല, പക്ഷേ അടിപൊളിയായിട്ടുണ്ട്. ഒരു വാക്ക് വേ ഉണ്ട് ഇവിടെ. ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാനുള്ള സ്റ്റെപ്പുകളുണ്ട്. ഇതാണ് ഈ പരുന്തുംപാറയിലുള്ള ടാഗോർ പാറ. കാണുന്നുണ്ടല്ലോ, രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ മുഖസാദൃശ്യമുള്ളതിനാലാണ് ഈ പാറയ്ക്ക് ടാഗോർ പാറ എന്ന പേര് വന്നത്. അടിപൊളി ഒരു വ്യൂ പോയിൻ്റ് ഇവിടെ ഉണ്ട്. പരുന്തുംപാറയുടെ പ്രകൃതി സൗന്ദര്യം ആവോളം ആസ്വദിക്കുന്നതിനോടൊപ്പം
ഒരുപാട് അടിപൊളി ഫോട്ടോസും നമ്മൾ അവിടെ നിന്ന് എടുത്തു. പിന്നെ ഇച്ചൂസിനെ വെച്ചൊരു ചെറിയ റീലും ഒക്കെ അവിടെ നിന്ന് തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. വളരെ മനോഹരമായൊരു ബാക്ക്ഗ്രൗണ്ടാണ് നമുക്ക് ഈ ഒരു പരുന്തുംപാറ കിട്ടുന്നത്. ഈ ചെറിയ റോഡിലൂടെ വാഹനങ്ങൾ പോകുന്ന കാണാൻ തന്നെ ഒരു രസമാണല്ലേ. ട്രക്കിങ്ങിന് ആൾക്കാരെ കൊണ്ടുപോകുന്ന ജീപ്പാണെന്ന് തോന്നുന്നു. ചെറിയൊരു മഴക്കാറ് ഇവിടങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട്. മഴക്കാറിൻ്റെ കീഴെ ഉള്ള മലനിരകളിലൂടെ കാണുമ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് ക്യാമറയിൽ എത്രത്തോളം റീജനറേറ്റ് ആവുമെന്ന് അറിയത്തില്ല, എത്രത്തോളം അത് ഫീൽ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇവിടെ നിന്നാൽ ഇവിടെയുള്ള ചെറിയ ചെറിയ കടകളുടെയൊക്കെ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇടയ്ക്ക് ഇങ്ങനെ നമുക്ക് ഇരുന്ന് വിശ്രമിക്കാനുള്ള ചില സ്ഥലങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒട്ടേറെ ഭക്ഷണ പദാർത്ഥങ്ങളും ഭക്ഷണമൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, ചെറു ലഘു കടികൾ കിട്ടുന്ന സ്ഥലമുണ്ട്. രേവതി, നമ്മൾ ലാസ്റ്റ് ഇവിടെ വന്നത് മറ്റേ 2023 ഡിസംബർ 31 അല്ലേ, 24-ന്റെ ന്യൂ ഇയറിൻ്റെ രാത്രിയിലായിരുന്നു. 7:30-ക്കല്ല, 10 മണി ആ സമയത്താണ് നമ്മളിവിടെ വന്നത്. അന്ന് രാത്രി ആയതുകൊണ്ടൊന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു, പക്ഷേ അസാധ്യ തണുപ്പായിരുന്നു അല്ലേ. നമ്മളന്ന് ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് വാഗമണ്ണൊക്കെ പോയിട്ട് തിരിച്ചു വന്ന വഴിക്ക് ഇവിടെ കയറിയായിരുന്നു. നല്ലൊരു ഡെസ്റ്റിനേഷനാണ് പരുന്തുംപാറ. അന്ന് നമുക്ക് വെളിച്ചമില്ലാത്തതുകൊണ്ട് കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല, പക്ഷേ അടിപൊളി കാറ്റും തണുപ്പുമായിരുന്നു. അന്ന് ഇവിടെ കുറേ ടെൻ്റൊക്കെ അടിച്ചുള്ള താമസമൊക്കെ ഉണ്ടായിരുന്നല്ലേ. ഇവിടെ ചെറിയ ഫുഡ് ട്രക്കൊക്കെ കിടപ്പുണ്ടല്ലേ, ഇരിക്കാനൊക്കെ ആയിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ഒരു എന്താണ് ഒരു സെൻറ്ററിൽ കണ്ടോ, തൂണിലെല്ലാം ആൾക്കാരിങ്ങനെ കുത്തി വരച്ച് വെച്ചേക്കുവാണ്. ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം. ഇത് ശരിക്കും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ്. ഇതുപോലെ ട്രക്കിങ്ങിനായിട്ട് ജീപ്പ്, കുതിര ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ പരുന്തുംപാറയിൽ നിന്ന് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ഇനി തേക്കടി പോകണമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് പ്ലാൻ ചേഞ്ച് ചെയ്യുമെന്നറിയില്ല. അപ്പോൾ മനോഹരമായ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി തരാൻ കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.